വീടെന്ന സ്വപ്നം പൂവണിഞ്ഞിട്ട് അധികമായിട്ടില്ല. കടമടച്ചും മിച്ചം പിടിച്ചും ജീവിതം മുന്നോട്ടു പോകുന്നതിനിടെയാണ് വെള്ളിടി പോലെ സിൽവർ ലൈൻ. ചോറ്റാനിക്കര സ്വദേശിനി രാജമ്മയ്ക്കും കുടുംബത്തിനും ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായി. ആയുസിന്റെ നല്ല പാതിയും പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഇവിടം വിട്ട് എങ്ങോട്ടുമില്ലെന്ന് കണ്ണീരോടെ പറയുന്നു ഈ വീട്ടമ്മ. എൻ്റെ കുടുംബം ഇപ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങൾക്ക് ഈ വീട്ടിൽ കിടന്ന് മരിക്കാനൊരു ഭാഗ്യം തന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. സരസാമണിയമ്മയും കേരയിൽ മൂലം വീട് നഷ്ടമാകുമോ എന്ന ആശങ്കയോടെയാണ് ജീവിക്കുന്നത്. അതിരുകല്ലുകൾ സ്ഥാപിച്ചാൽ വസ്തുവിലയിടിയും. ബാങ്കുകളിൽ നിന്ന് ലോൺ കിട്ടാനുള്ള സാധ്യതയടയും. ഈ പ്രായത്തിൽ എങ്ങോട്ട് പോകുമെന്ന സങ്കടത്തിലാണ് ഈ അമ്മ. വർഷങ്ങളായിട്ട് ഞങ്ങൾ കടം മേടിച്ചാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത്. 5 ലക്ഷം രൂപ ലോൺ എടുത്ത ഈ വീട് ഞങ്ങൾ പണിതാക്കണം. അവനൊരാൾ കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ കഴിയണമെങ്കിൽ. ഇത് കളഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് കിടക്കാൻ യാതൊരു വഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾക്കിത് എവിടെ ചെന്ന് എത്തും, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇറങ്ങിപ്പോയാൽ വേറെ കിടക്കാൻ ഞങ്ങൾക്കൊരു വഴിയില്ല. കേരയിൽ സർവേ നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരം സങ്കട കാഴ്ചകളുണ്ട്. നഷ്ടപരിഹാരം, പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളിൽ തങ്ങളുടെ ആശങ്കകൾക്ക് ഉത്തരം കിട്ടാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ജനങ്ങൾ. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.